പുതിയതായി ഷോറൂമിൽ നിന്ന് കാറോ അല്ലെങ്കിൽ 2 വീലറോ നിങ്ങൾ എടുക്കുമ്പോൾ നോർമൽ രീതിയിൽ 3 ഇയേഴ്സ് ആയിരിക്കും കാറിന് ഇൻഷുറൻസ് വരുന്നത്. അതുപോലെ 2 വീലറിന് 5 ഇയേഴ്സും ആയിരിക്കും. ഈ 5 ഇയേഴ്സിൽ 4 ഇയേഴ്സ് തേർഡ് പാർട്ടി ആയിരിക്കും. അതുപോലെ കാറുകൾക്ക് 2 ഇയേഴ്സ് തേർഡ് പാർട്ടി ആയിരിക്കും. ഈ തേർഡ് പാർട്ടിയിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം, അതിൽ PA കവറേജ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. PA കവറേജ് എന്ന് പറയുമ്പോൾ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് 15 lakhs ആണ് അതിൻ്റെ ഒരു കവറേജ് വരുന്നത്. മിക്കുള്ളവരും എടുക്കാറുമില്ല, ശ്രദ്ധിക്കാറുമില്ല. റിന്യൂവൽ വരുന്ന സമയത്ത് ഓൺ ഡാമേജ് പ്രീമിയം മാത്രം നമ്മൾ ചെയ്യും. അതിനെ സ്റ്റാൻഡ് അലോൺ ഓഡി എന്നാണ് പറയുന്നത്. സ്റ്റാൻഡ് അലോൺ ഓഡി മാത്രം നമ്മൾ റിന്യൂ ചെയ്തു പോകും. അതിൽ തേർഡ് പാർട്ടി ആഡ് ചെയ്യാറില്ല. തേർഡ് പാർട്ടി ഓൾറെഡി 4 വർഷത്തേക്കും അതുപോലെ 2 വർഷത്തേക്കുമുണ്ട്. സോ നിങ്ങൾ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, റിന്യൂ ചെയ്യുമ്പോൾ തേർഡ് പാർട്ടി PA കവറേജ് കൂടി ആഡ് ചെയ്ത് എടുക്കുക. കാര്യം ഇത് എടുത്തില്ല എന്ന് വെച്ചാൽ ഒന്നും പറ്റാനില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു 15 ലക്ഷം, ഇൻ കേസ് നിങ്ങൾക്ക് ഒരു ഡിസബിലിറ്റിയോ അല്ലെങ്കിൽ ഡെത്ത് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് കിട്ടാനുള്ള ആ എമൗണ്ട് ആണ് നിങ്ങൾ കളയുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. ഇതുപോലെ ക്ലെയിം ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് അറിയുന്നത് PA കവറേജ് ഇല്ല എന്നുള്ളത്. ഈ PA കവറേജിന് പല രീതിയിൽ വരുന്നുണ്ട്. ഒരു 370 മുതൽ 420 ആ റേഞ്ചാണ്. ഓരോ കമ്പനിക്കും ചെറുതായിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും മറക്കരുത് ഈ ഒരു കാര്യം എടുക്കാൻ. സോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാൻ. ടിൽ ദെൻ ബൈ.